എങ്ങനെയാണ് ഈ പ്രിയദർശിനി പദ്ധതിയെ വിലയിരുത്തുന്നത്? സ്വകാര്യ ബസ് ഉടമകൾ വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ബസ് വ്യവസായം നിർത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന്. അതേസമയം സ്ത്രീകളായ യാത്രക്കാർ പറയുന്നു വളരെയധികം മാസം 3000 രൂപയെങ്കിലും അവർക്ക് ലാഭിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ ജീവിത ചെലവിൽ നിന്ന് എന്ന് സ്ത്രീകളും പറയുന്നു. എത്രത്തോളം വിജയകരമാണ് എന്നാണ് വിലയിരുത്താൻ കഴിയുക? തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഇടയിൽ വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണുള്ളത്. കാരണം നിത്യതൊഴിൽ വേതനം കൈപ്പറ്റുന്ന ഒരുപാട് സ്ത്രീകൾക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ 3165 ഓർഡിനറി ബസ്സുകളുടെ ഈ സൗകര്യം നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ദൈനംദിന യാത്രാ ചെലവ് കുറയ്ക്കുക എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമായ ഒന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 മുതൽ 35% വരെ അവരുടെ ബഡ്ജറ്റിന്റെ അവർക്കൊരു അയവ് കിട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. സാമ്പത്തികമായിട്ടൊരു അയവ് കിട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. ചിട്ടിക്കും മറ്റ് ഗാർഹികോപകരണങ്ങൾ വാങ്ങാനും കുട്ടികളുടെ പഠന ചെലവിനും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇത് ഉപകരിക്കുന്ന ഒരു രീതിയിലേക്കാണല്ലോ ഇതിന്റെ ഗുണം അല്ലെങ്കിൽ ഗുണഫലം ലഭ്യമാകുന്നത്. ഇപ്പൊ അതിപ്പോ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലുള്ള രോഗികൾക്ക് ആശുപത്രി സംവിധാനങ്ങളെ ആശ്രയിക്കാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഇത്. അതും നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഏകദേശം നമുക്ക് തോന്നുന്നത് നമ്മുടെ ഈ പദ്ധതി പ്രകാരം ഏറ്റവും അധികം ഗുണം കിട്ടുന്നത് നിത്യതൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് തന്നെയാണ്. കാരണം തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, ഈ പദ്ധതിയെ സ്വീകരിക്കുന്നതിന്റെ ഒരു സന്തോഷം വനിതകളുടെ മുഖത്ത് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചാനലുകളിലും ഒക്കെ കാണുന്നതാണല്ലോ. പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി CP ജോണിന്റെ ഒരു അഭിമുഖത്തിൽ നിന്നും മനസ്സിലായത്, അദ്ദേഹം പറയുന്നത് ഒരു 5 അംഗ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. അതിന് ഓർഡർ ആവാനേ ഉള്ളൂ. സ്വകാര്യ ബസ് മേഖലയിലെ ജീവനക്കാരുമായിട്ടും സംഘടനകളുമായിട്ടും മുതലാളിമാരുമായിട്ടും മാനേജ്മെന്റുകളുമായിട്ടും ഒക്കെ ഉള്ള ചർച്ചകളൊക്കെ പലതരത്തിൽ നടത്തി കഴിഞ്ഞു. അതിനുശേഷം വളരെ പ്രഗത്ഭരടങ്ങുന്ന ഒരു 5 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും അതൊരു 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നികുതിയിലൊക്കെ ഉൾപ്പെടെ ഒരു ഇളവ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്വകാര്യ മേഖലയിലെ ബസ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ബസ് മുതലാളിമാരുടെ ഒക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട് ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകുകയും ഉടനടി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ റൂട്ടിലും ഈ പ്രശ്നം ഇല്ല. ചിലയിടങ്ങളിൽ നമുക്കറിയാം സ്വകാര്യ ബസ്സുകൾ മാത്രമുള്ള ഇടങ്ങളുണ്ട്. അങ്ങനെയുള്ള ജില്ലകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ ഇത് വലുതായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ KSRTCയും സ്വകാര്യ ബസ്സും പാരലലായിട്ട് സർവീസ് ചെയ്യുന്ന മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള റൂട്ടുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും എന്ന് തന്നെയാണ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുക. അവിടെ എന്ത് നടപ്പിലാക്കാൻ പറ്റും, എങ്ങനെയാ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഗവൺമെന്റ് എന്തായാലും വിലയിരുത്തും. കാരണം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടാണ്. കാരണം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിനെപ്പറ്റി സ്റ്റഡീഡാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് പോസിറ്റീവായിട്ട് തന്നെ വന്ന് ഭവിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ ഏകദേശം മൊത്തം ബസ്സുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളൊരു 10% മാത്രമാണ് ഈ 3000 ബസ്സുകൾ ആവുന്നത് KSRTCയുടെ. സാധാരണ ഇപ്പോൾ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്രയ്ക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ള യാത്രക്കാർക്ക് കൂടി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇത് തുച്ഛമായ ആളുകളെ ആകുന്നുള്ളല്ലോ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പീഡിത വ്യവസായമായിട്ടാണ് കഴിഞ്ഞ സർക്കാർ ശരിക്കും KSRTCയെ കണ്ടിരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഏകദേശം പ്രശ്നങ്ങൾ വരിക, അപ്പൊ കുറച്ച് പൈസ അനുവദിക്കുക, ആ പ്രശ്നങ്ങൾ വീട്ടാൻ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ ആ സമയത്ത് ഒരു സെറ്റിൽമെന്റ് മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ KSRTC മേഖലയിൽ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനകാര്യമന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ബഡ്ജറ്റിൽ തന്നെ
ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 600 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് KSRTCക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ ഇത് ഗ്രാജ്വലി നടപ്പാക്കാനേ പറ്റുള്ളൂ. ഈ പദ്ധതി ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഈ പറയുന്ന ഇളവുകളും കാര്യങ്ങളും മറ്റ് മേഖലകളിലേക്ക് ഇവിടെ വ്യാപിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി പ്രതിസന്ധിയിലായിട്ട് 10 വർഷമായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണല്ലോ, നമുക്കറിയാലോ. അപ്പൊ അതിനകത്ത് പെട്ടെന്നൊരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അത് ഒന്ന് ഇംപ്ലിമെന്റ് ആയി സ്റ്റെബിലൈസ് ആയതിനു ശേഷം, ഇപ്പൊ നിലവിൽ സ്റ്റെബിലൈസ് ആയ ശേഷം പിന്നീട് ഗവൺമെന്റ് അതുമായിട്ട് ആലോചിക്കും എന്നാണ് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഈ പ്രൈവറ്റ് ബസ്സുകളുടെ അവർ പറയുന്നൊരു കാര്യം, സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇതുവരെ കാണാൻ കഴിയുന്നില്ല. അവർ കൊടുക്കുന്ന സൊല്യൂഷനാണെങ്കിൽ അതൊട്ട് സർക്കാരിനെ കൊണ്ടോ അതോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടും അതൊരു പ്രാപ്യമായ സൊല്യൂഷനുമല്ല. കാരണം അവരുടെ ഓരോ കിലോമീറ്ററിനും വെച്ച് സർക്കാർ പൈസ കൊടുക്കാൻ പറയുന്നത് അതൊന്നും ഒരു നടപ്പിലാകുന്ന പദ്ധതികളുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ നാളിൽ തന്നെ സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് കൃത്യമായി പഠിച്ചിട്ടാണ് നടപ്പിലാക്കിയതെന്ന്. കാരണം ഇതിനോടനുബന്ധിച്ച് കോൺഗ്രസ് നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ പ്രൈവറ്റ് ബസ് നാമമാത്രമാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം. അപ്പോൾ ഒരു പഠനത്തിൻ്റെ കുറവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പഠനത്തിന്റെ കുറവ് ഇല്ല. കാരണം അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ബസ് റൂട്ടുകളിലാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി എന്താണ് അതിന് പരിഹാരം എന്ന് മനസ്സിലാക്കാനാണല്ലോ ഇപ്പൊ ഒരു കമ്മിറ്റിയെ അടിയന്തരമായിട്ട് രൂപീകരിച്ചതും. അവിടെ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള, അതായത് എവിടെയാണോ ഏതൊക്കെ ബസ് റൂട്ടുകളെയാണോ ഇത് ബാധിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് കണ്ടെത്താനാണല്ലോ ഇപ്പൊ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ തന്നെയാണിത്. ഇനി ഇത് എത്രത്തോളം മുന്നോട്ട് പോകണമെന്നാണ് താല്പര്യപ്പെടുന്നത്? എന്തായാലും ഇത് പ്രാഥമിക ഘട്ടത്തിൽ അത് സ്റ്റെബിലൈസ് ആയ ശേഷം എന്തായാലും അത് വിജയകരമായി കഴിയുമ്പോൾ, എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വിജയത്തിന് ഗതാഗത മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയത്തിന് ഇരകളും ഉണ്ടാകും, ഒരു വിഭാഗം ഉണ്ടാകും ഇരകൾ എന്നുള്ളത്. പക്ഷെ അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ അത് ഒരു ടൈം അതിന് എന്തായാലും എടുക്കും എന്നുള്ളത് തന്നെയാണ്. അധികം ദൂരമില്ലാത്ത രീതിയിൽ, അധികം വിദൂരമല്ലാത്ത രീതിയിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രത്യാശ. ദീർഘദൂര ബസ്സുകളിൽ കൂടി കൊടുക്കുന്നതിനെ കുറിച്ച് സർക്കാരിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അത് നന്മയായി വരും എന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഏത് കാര്യവും ഇംപ്ലിമെന്റ് ചെയ്ത് ഒന്ന് സ്റ്റെബിലൈസ് ആയ ശേഷം മാത്രമല്ലേ അടുത്തതിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ.